ഹലോ ഹായ്, ഞാൻ വീണ്ടും പൂരത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. ദേ അവിടെ കാളേനെ അങ്ങനെ പൊന്തിച്ച് അങ്ങനെ മുകളിലേക്ക് എറിഞ്ഞിങ്ങനെ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി കാളകൾ വരും, അവരിങ്ങനെ ഹൈറ്റിലേക്ക് അങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ എറിയും, എന്നിട്ട് അതിനെ പിടിക്കുന്നതാണ്. ഒരാളുടെ രണ്ടുപേരുടെ അശ്രദ്ധ പോലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു തന്നെ സംഭവിക്കും. അപ്പോൾ അവർ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അത് ചെയ്യുന്നത്. ഭഗവതിയെ ആ കാളയുടെ പുറത്തിരിക്കുന്നുണ്ടാവും. അതിങ്ങനെ അവിടുത്തെ ആചാരമാണ് ഇങ്ങനെ കാളേനെ പൊന്തിച്ച് ഇങ്ങനെ എറിഞ്ഞിങ്ങനെ പിടിക്കുന്നത്. ഓരോരുത്തർ വരുമ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് കാഴ്ച ഭയങ്കര തന്നെയാണ്. അത് എല്ലാവരും ഇത്തിരി ദൂരെ നിന്ന് സേഫ്റ്റി ആയിട്ട് ചെയ്യുന്നൊരു കാര്യം കേട്ടോ. നല്ല വെയിറ്റുള്ള ഒരു കാളയാണ്, അതിൻ്റെ ഇതാണ് അവർ പൊന്തിച്ച് കൊണ്ടുപോകുന്നത്. കാളേനെ എപ്പോഴും ബാക്ക് അടിച്ച് തന്നെ കൊണ്ടുപോകും, നേരെ സ്ട്രൈറ്റ് കൊണ്ടുപോകില്ല. അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുള്ളൂ. വീണ്ടും അവർ താഴെ വയ്ക്കുന്നു, പിന്നെയും അവർ വീണ്ടും അതിന് മുകളിലേക്ക് പൊക്കി എറിഞ്ഞ് നല്ല ഹൈറ്റിലാണ് ഇത് പൊന്തിക്കുന്നത്. നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അത് ഭയങ്കര പേടി തോന്നും. കാരണം അതെങ്ങനെ പിടിക്കാമെന്ന് തന്നെ ഒരു എന്താ ഒരു എക്സ്പീരിയൻസ് വേണം, അല്ലാത്തവർക്കൊന്നും അത് പറ്റില്ല. നമ്മളൊക്കെ കുറച്ച് അകലം പാലിച്ച് നിൽക്കാൻ കണ്ടില്ല, എത്ര ഹൈറ്റിലാണ്, നല്ല ഹൈറ്റിലാണ് അവരത് പൊക്കിയിട്ട് എറിഞ്ഞ് പിടിക്കുക. അപ്പോൾ ഓരോ ടീമുകൾ വന്ന് മാറി മാറി അടുത്ത ടീമുകൾ കയറി വരും. അവിടെ നിന്ന് ആന ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ആന അടിപൊളിയായിട്ട്. അപ്പോൾ അടുത്ത ടീമുകൾ ഇങ്ങനെ വരും. നമ്മളത് ആ കാളേനെ ബാക്ക് അടിച്ച് കൊണ്ടുപോകുന്നുണ്ട്, ബാക്കിലോട്ട് അങ്ങനെ തന്നെയാണ് കൊണ്ടുപോവുക. അപ്പോഴേക്കും നമ്മൾ അവിടുന്ന് ആന രണ്ട് ഭാഗത്തു നിന്നും ആനകൾ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. പൂരം നല്ല തിരക്കായ സമയമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു കാഴ്ചയാണ് ഈ പണ്ട് തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഈ കരകട്ടക്കാരൻ എന്ന സിനിമയിലെ ഇവരെ ഡാൻസ്. നല്ല അടിപൊളി ഡാൻസാണ്. ഇന്നൊന്നും അപൂർവങ്ങളിലാണ് ഈ ഒരു ഡാൻസ് കണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിലെ പല പരിപാടികൾക്കും ഇവരിപ്പോൾ വിളിക്കൽ കുറവാണ്. പണ്ട് മിക്കതിലും ഈ പരിപാടികൾ ഇവരെ ഉണ്ടാവുമായിരുന്നു. ഇവരെ ഡാൻസും പഴയ ആ ഒരു പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. തമിഴ്നാട്ടിൽ അവരൊരു പ്രത്യേക ഒരു കലാരൂപം തന്നെ വേണമെങ്കിൽ പറയാം. അവർ ഇതിലൊക്കെയാണ് പാവങ്ങൾ ഈ ജീവിച്ചു പോകുന്നത്. ഈ കല ഇപ്പോഴും ഇങ്ങനെ മുമ്പോട്ട് ഇവരിത് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ പെൺകുട്ടികളൊക്കെയാണ് നോക്കുമ്പോൾ ചിലർ കാണുന്നത് കേട്ടോ. അവരത് അവരുടെ ഒരു ദൈവികമായ ഒരു കലയായിട്ടാണ് അത് കാണുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു അവരുടെ ആ പാട്ടൊക്കെ വെച്ച് ആ ഡാൻസ് കാണുന്നതൊക്കെ. ഒരുപാട് പേര് നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം അപൂർവമായിട്ടിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങൾക്ക് ഇപ്പോൾ വിളിക്കുന്നുള്ളൂ. അധികം ബുക്കിംഗ് ഒന്നും അധികം കാണാൻ